അപ്പോൾ നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നു. നമ്മളിപ്പോൾ കുറച്ച് ദിവസം മുമ്പ് നമ്മൾ ഗോവയിലത്തെ കുറച്ച് ഇതുകളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഭയങ്കര ചെലവ് കുറവാണ്. അപ്പോൾ പിന്നെ പോരാത്തതിന് അത് സെൻട്രൽ ഗവൺമെന്റിന്റെ ഇതിലാണ് വരുന്നത്. അപ്പോൾ ഇപ്പോൾ കേരളത്തിലൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇലക്ട്രിസിറ്റി ചാർജ് കൂടുതലാണ്. ഈ പറഞ്ഞ പോലെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ KSRTC ഒക്കെ ചിലപ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കും തോന്നുന്നു അല്ലെ. അപ്പോ ആ വിഷയങ്ങളൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനങ്ങളോട് യാതൊരു രീതിയിലും പ്രതിബദ്ധത ഇല്ലാതെയാണ് ഇവിടുത്തെ ഗവൺമെന്റ് എന്ന് പറയുന്നത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു രീതിയിലുള്ള പ്രതിബദ്ധത ഇല്ല. അതായത് നമുക്കിപ്പോ ഓരോ വർഷങ്ങൾ കഴിയുമ്പോഴും ചെലവ് കൂടുക എന്നുള്ളതല്ലാതെ കുറയുന്നില്ല. ഇപ്പോൾ നമ്മളിവിടെ കേട്ടിട്ടുള്ളതും അറ്റ് എ ടൈം നമ്മൾക്കിപ്പോൾ കമന്റൊക്കെ എന്ന് പറഞ്ഞാൽ FB പറയും, അങ്ങനെയാണെങ്കിൽ നീ ഡൽഹി പോയിട്ട് നീ പറയണം, അത് ഇവിടെ ഇരുന്ന് പറയല്ലേ എന്ന് പറയാം. അപ്പൊ ഞാൻ വിചാരിച്ച് ഓക്കെ, ഡൽഹിയിലുള്ള ഒരാളെ കൊണ്ടുവന്നിട്ടല്ലേ നമുക്ക് ചെയ്യാന്ന് വിചാരിച്ച്. എങ്ങനെയുണ്ട് ഡൽഹി? എന്താ പറയാ, നമുക്ക് ഒരിക്കലും നമുക്ക് ഇന്ത്യയിൽ നിന്നല്ല നമുക്ക് ഒരിക്കലും സാധിക്കും എന്ന് ഒരു കാരണവശാലും നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ. അതാണ് ഇപ്പൊ ഡൽഹിയിൽ നടക്കുന്നത്. ഏത് കാര്യങ്ങൾ എടുത്തു നോക്കിയോ, നിങ്ങൾ വെള്ളം നമുക്ക് ഫ്രീ ആയിട്ട് വെള്ളം തരുന്ന ഒരു ഗവൺമെന്റ് നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? ഇലക്ട്രിസിറ്റി ഫ്രീ ആയിട്ട് തരുന്ന ഒരു ഗവൺമെന്റ്, നമുക്ക് ബസ്സിൽ കയറിയാൽ ബസ് ഫെയർ കൊടുക്കണ്ടാത്ത ഒരു ഗവൺമെന്റ് സംവിധാനം. നമ്മുടെ KSRTC പ്രൈവറ്റ് ബസ്സിനേക്കാളും കൂടുതലാണ് അവർ വാങ്ങുന്നത്. സൗകര്യങ്ങൾ പരിമിതമാണ്. അപ്പം നമുക്ക് ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിക്കുന്ന നമ്മൾ മലയാളികൾ, പ്രത്യേകിച്ച് ഇപ്പൊ നമ്മൾ മലയാളത്തിൽ പറയുന്ന പോക്കാം. ഞാൻ ഡൽഹിയിലാണ് ജീവിച്ചിരുന്നതെന്നുണ്ടെങ്കിലും എനിക്കിപ്പോൾ കേരളത്തിൽ വരുമ്പം നമ്മൾക്ക് ഇവിടെയുള്ള പല ഇപ്പം ഒന്നും വേണ്ട, ഞാനിപ്പം ഒന്ന് യൂറിൻ പാസ് ചെയ്യാനായിട്ട് ഞാൻ എൻ്റെ കൂട്ടുകാരിയോട് LIC ഓഫീസിൽ ഞാൻ അവിടെ വരാം, എനിക്കൊന്ന് ബാത്റൂമിൽ പോകണ്ടേ എന്ന് പറയുന്ന ഒരവസ്ഥ, അതൊരു വലിയ അവസ്ഥയാണ്. നമുക്ക് വൃത്തിയുള്ളൊരു ശൗചാലയം ഇല്ല. ഇത് കേന്ദ്രം പറഞ്ഞാലും സംസ്ഥാനം പറഞ്ഞാലും ഇവിടെയൊന്നും ആ യാഥാർത്ഥ്യം നടക്കുന്നില്ല. ബുദ്ധിമുട്ടുന്നത് ആണുങ്ങൾക്ക് പിന്നെ ഏതെങ്കിലും ഒരു മതിലിന്റെ അവിടെയോ ഒരു വേലിക്കടക്കയോ പോയി അവർക്ക് കാര്യം സാധിക്കാം. പക്ഷെ ഞങ്ങൾ എന്ത് ചെയ്യും? അപ്പൊ ഇതുപോലെയുള്ള പ്രാഥമികമായ കാര്യങ്ങൾ തൊട്ട് നമുക്ക് പണ്ട് ഞങ്ങൾ മാവേലി സ്റ്റോറിൽ ഒക്കെ വരി നിന്നിട്ടുണ്ട്, റേഷൻ കടയിൽ പോയ സാധനം കിട്ടും. ഇന്ന് നമുക്ക് സപ്ലൈകോയിൽ പോയാൽ നമുക്ക് സാധനങ്ങൾ ഉണ്ടോ? നിങ്ങൾ തന്നെ സ്വയം ആലോചിച്ചാൽ മതി. ഈ ഗവൺമെന്റ് വന്നിട്ട് ഇപ്പം 8 കൊല്ലം കഴിഞ്ഞു അല്ലേ? ഈ 8 കൊല്ലത്തിനുള്ള എത്ര വട്ടം ഇലക്ട്രിസിറ്റി വില കൂട്ടിയിട്ടുണ്ട്? കേരളത്തിൽ 44 നദികളുണ്ട്, സ്വന്തമായി ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, ഇത്രയും ഡാമുകളുണ്ട്. ഇതൊക്കെ ഉണ്ടായിട്ട് നമ്മൾ ഇന്ത്യയിലെ ഏറ്റവും കൂടിയ വൈദ്യുതി ചാർജ് കൊടുക്കുന്ന സംസ്ഥാനമാണ് കേരളം. നാളോഹരി ഇവര് ഈ ഭരണകർത്താക്കൾ വരുന്നതിന് മുമ്പ് 8 കൊല്ലം മുമ്പ് ഓഹരി 49,000 രൂപ ഒരാൾക്ക്, ഇന്ന് ജനിക്കുന്ന ഒരു കുഞ്ഞിന് കടബാധ്യതയുള്ള നമുക്ക് ഇന്ന് 1,00,000 ചില്ലുവാനം രൂപ കടത്തിലേക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് നമ്മൾക്ക് അങ്ങനെ മാറേണ്ടി വരുന്നത്? അത് നമ്മൾ ഒന്ന് ചിന്തിച്ചാൽ എന്തുകൊണ്ട് കടം കൂടുന്നു? നമുക്ക് എന്ത് സാധനത്താണ് വില കൂടാത്തത്? പച്ചക്കറികൾ തൊട്ട് പലവ്യഞ്ജനങ്ങൾ തൊട്ട് ഇലക്ട്രിസിറ്റി തൊട്ട് നികുതി തൊട്ട് ഒരു സ്റ്റാമ്പ് പേപ്പർ തൊട്ട് നമുക്ക് വില കൂടാത്ത എന്തെങ്കിലും ഒരു സാധനത്തിൻ്റെ പേര് പറയാൻ പറ്റുമോ? കേരളത്തിലുള്ള ഏതെങ്കിലും, അത് LDF ആയിക്കോട്ടെ, UDF ആയിക്കോട്ടെ, BJP ആയിക്കോട്ടെ, ആം ആദ്മി ആയിക്കോട്ടെ, ഈ പാർട്ടി ഏതായാലും മതം ഏതായാലും നമ്മൾ ടാക്സ് കൊടുക്കുന്നത് എല്ലാവരും ഒരുപോലെയല്ലേ കൊടുക്കുന്നത്? നമ്മൾ 150 രൂപ തക്കാളിക്കും സവാളയ്ക്കും വിലയായാൽ ഇത് നമ്മളെല്ലാവരും തക്കാളി, അല്ലെങ്കിൽ പിന്നെ നമ്മുടെ നിർമ്മല സീതാരാമൻ പറഞ്ഞതുപോലെ ഞാൻ ഉള്ളി ഉപയോഗിക്കില്ല, അതുകൊണ്ട് എത്ര വില കൂടിയാലും കുഴപ്പമില്ല എന്ന് പറയുന്നത്. നമുക്കത് പറയാൻ പറ്റില്ലല്ലോ, നമ്മളിതൊക്കെ ഉപയോഗിക്കുന്നവരാ. അപ്പം നമുക്കിതെല്ലാം വില കൂടിക്കൊണ്ടിരിക്കുക. ഇങ്ങനെയുള്ളിടത്താണ് ഞങ്ങൾക്ക് ഇലക്ട്രിസിറ്റി ഫ്രീ ആണ്. ഡൽഹിയിൽ ഒരു യമുന നദി ഒരു സൈഡ് വഴി പോകുന്നുണ്ടെന്നേ ഉള്ളൂ. ഫ്രീ ആണെന്ന് പറയുമ്പോഴേ അത് മുഴുവനായിട്ടും അല്ല. ഒരു സാധാരണ ഒരു വീട്, ഞാൻ 8 വർഷമായിട്ട് ഞാൻ ഇലക്ട്രിസിറ്റി ബില്ല് കൊടുത്തിട്ടില്ല. കാരണം ഞാൻ എൻ്റെ മകനും 1-2 കടയിലുള്ള സ്റ്റാഫൊക്കെയാണ്. ഞങ്ങൾക്ക് ഇലക്ട്രിസിറ്റി ബില്ല് കൊടുക്കണ്ട. ഒരു 3-4 പേര് വരെയുള്ള ഫാമിലി ആണെങ്കിൽ കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ AC, അതുപോലെയുള്ള എല്ലാ റൂമുകളിലും AC-യും സൗകര്യങ്ങളും 10-15 ലൈറ്റും ഫാനും ഒക്കെ ആണെങ്കിൽ കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ അവർ റിച്ച് ആണെന്നാണ് അതിൻ്റെ അർത്ഥം. മിഡിൽ ക്ലാസ്സോ താഴെക്കടയിലുള്ളവർക്കോ അവർക്ക് വേണ്ടി സൗകര്യങ്ങൾ ഒരുക്കുക എന്നുള്ളതാണ് കേജ്രിവാൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. അദ്ദേഹം അത് ഒരുക്കുന്നുമുണ്ട്. ആ സംവിധാനത്തിൻ്റെ പേരാണ് ആം ആദ്മികളെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഇലക്ട്രിസിറ്റി 20,000 വെള്ളം കൊടുക്കുകയാണെങ്കിലും 20,000 ലിറ്ററാണ്. അത് സാധാരണ ഒരു വീട്ടുകാർക്ക് മാത്രമേ 20,000 ലിറ്റർ വെള്ളം ഉപയോഗിക്കാൻ പറ്റുള്ളൂ.
അല്ലാത്തവർ അതിനേക്കാൾ കൂടും. അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി 200 യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസത്തിൽ, ഒരു മാസത്തേക്കാണ് കേട്ടോ. ഇവിടുത്തെ കണക്കനുസരിച്ച് 400 യൂണിറ്റ് 2 മാസം കൂടുമ്പോൾ. പഞ്ചാബിലാണെങ്കിൽ 600 യൂണിറ്റ് 2 മാസം കൂടുമ്പോൾ. നമ്മുടെ ഇവിടുത്തെ തോതനുസരിച്ച് നോക്കൂ, നമ്മൾ 600 യൂണിറ്റിലൊന്നും ഒരു സാധാരണക്കാരായ ആൾക്കാർ ഇലക്ട്രിസിറ്റി ഉപയോഗിക്കുന്നില്ല. അവർക്കും വരുന്നുണ്ട്. 600 യൂണിറ്റ് എന്ന് പറയുമ്പോൾ ഒരു 4000 രൂപയോളം ബില്ല് വരുന്നുണ്ട്. അതവിടെ ഫ്രീ ആണ് പഞ്ചാബിൽ. ഡൽഹിയിലാണെങ്കിൽ 200 യൂണിറ്റ് അല്ലെങ്കിൽ 400 യൂണിറ്റ് 2 മാസം കൂടുമ്പോൾ അത് ഫ്രീ ആണെന്ന് പറഞ്ഞാലും ഒരു 3000 ചില്ലാനും ബില്ല് വരുന്നുണ്ട്. അപ്പോൾ ഈ ബില്ല് നമുക്ക് ഒഴിവായി കിട്ടുന്നുണ്ട്. അതുപോലെ ഒരു 8000 മുതൽ 16000 രൂപ വരെ ഫ്രീ ആയിട്ടുള്ള, ആം ആദ്മി ഗവൺമെൻറ് ഭരിക്കുന്നതിൻ്റെ പേരിൽ ഫ്രീ ആയിട്ടുള്ള ആളുകളാണ് ഡൽഹി നിവാസികൾ. പറഞ്ഞു തരാം. ഇലക്ട്രിസിറ്റി, വെള്ളം, ബസ് ഫെയർ. എൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്ത് വസന്ത എന്ന് പറഞ്ഞൊരു ചേച്ചിയുണ്ട്. ആ ചേച്ചിക്ക് 3 പെൺമക്കളും ചേച്ചിയാണ്. 4 പേരുടെ ബസ് ഫെയർ, മെട്രോ ഫെയർ. മെട്രോയിലാണ് അവർ പോയിക്കൊണ്ടിരുന്നത്. അവരത് മാറ്റി ബസ്സിലാക്കി. കാരണം എന്താണെന്നോ, ബസ്സിൽ പോവുകയാണെങ്കിൽ 5 പൈസ ചിലവില്ല. ഒരു മോള് പഠിക്കുന്നു, 2 പെൺകുട്ടികൾ ജോലിക്കാരായി, അമ്മയും ജോലിക്കാണ് പോകുന്നത്. അവർക്ക് മാസം ഒരു 10000 രൂപ കുറി വെച്ചപ്പം 12000 രൂപ കുറി വെച്ചപ്പോൾ 10 ലക്ഷത്തിൻ്റെ ഒരു കുറി വിളിച്ച് ആദ്യത്തെ മോളെയും കെട്ടിക്കാൻ പറ്റി. 2ാമത്തെ മോളെ ഇപ്പം കെട്ടിക്കാറായിരിക്കുന്നു. അതിനുള്ള പൈസ ഉണ്ടായി. അപ്പോൾ ഈ 10000 രൂപ അവരുടെ 4 പേരുടെ ബസ് ഫെയർ കൊണ്ട് മാത്രം സേവ് ചെയ്യാൻ പറ്റിയെങ്കിൽ നിങ്ങൾ ചിന്തിക്കൂ, ഞങ്ങൾക്ക് റേഷൻ വീട്ടിൽ കൊണ്ടുവന്ന് തരുന്നുണ്ട്. ഇലക്ട്രിസിറ്റിയും വെള്ളവും ഇതൊക്കെ ഫ്രീ ആണ്. ഞങ്ങളുടെ ഒരു സ്കൂട്ടർ പുറത്ത് വെച്ച് കയറി കഴിഞ്ഞാൽ ഞങ്ങൾ തിരിച്ചിറങ്ങുമ്പോൾ ആ സ്കൂട്ടർ അവിടെ ഉണ്ടാവുന്നുള്ളതിന്, അല്ലെങ്കിൽ ആ സൈക്കിൾ, എൻ്റെ മോൻ്റെ 9 സൈക്കിള് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ലോക്ക് ഇതിപ്പോൾ എടുക്കാൻ വേണ്ടി അകത്തേക്ക് വെള്ളം കുടിക്കാൻ കയറി തിരിച്ചിറങ്ങിയാൽ സൈക്കിൾ ഉണ്ടാവില്ല. ഇന്ന് അങ്ങനെയല്ല, ക്യാമറയാണ്. എൻ്റെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി നിന്നാൽ തന്നെ 6-7 ക്യാമറകളാണ്. അപ്പം അങ്ങനെയുള്ളൊരു സംവിധാനം ഒരുക്കി. ബസ്സിൽ 4 ക്യാമറയുണ്ട്, ഒരു മാർഷലുണ്ട്, ഒരു എമർജൻസി ബട്ടണുണ്ട്. എന്ത് പ്രതിസന്ധി ഒരു ബസ്സിലുണ്ടായാൽ ആ ബട്ടൺ അമർത്തിയാൽ മതി. ഓൺ ദി സ്പോട്ടിൽ ഞങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള സംവിധാനം അവിടെ എത്തും. ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്ന ഒരു ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും വൃത്തിഹീനമായി കിടന്നിരുന്ന സ്ഥലങ്ങളിലൊക്കെ പൂങ്കാവനങ്ങളാക്കി മാറ്റി. ഡൽഹി അങ്ങനെ തന്നെ ഒരു സ്വർഗമാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു സംവിധാനമാണ്. അതുപോലെ തന്നെ ആദ്യത്തെ 7 വർഷത്തോളം ഭരിച്ചു കഴിഞ്ഞപ്പോഴും ഞങ്ങൾക്ക് MCD നമ്മുടെ കയ്യിലുണ്ടായിരുന്നില്ല. MCD ഒരു റോഡ് അവിടെ നിന്ന് കുഴിച്ച് പണിത് ഇവിടം വരെ എത്തിയാൽ ഇവിടെ തൊടാൻ പാടില്ല എന്ന് പറയും. കാരണം അത് അവിടെ നിന്ന് അങ്ങോട്ട് MCDയുടെ കയ്യിലായിരുന്നു. ഇപ്പോൾ 1 വർഷമായി MCD നമ്മുടെ കയ്യിലായിട്ടുണ്ട്. ഒരു 5 കൊല്ലം കൂടിയും കഴിയുമ്പോഴേക്കും ഡൽഹി സ്വർഗമാണെന്ന് തറപ്പിച്ച് പറയാം. കേരളമാണ് ദൈവത്തിൻ്റെ സ്വന്തം നാടെന്നും സ്വർഗം എന്നൊക്കെ പറഞ്ഞിരുന്നത്. അത് ഇന്ന് ഈ വിലക്കയറ്റം. ഇനി ഒരു കാര്യം കൂടി, ഇവിടുത്തെ വിലക്കയറ്റം പറയുമ്പോൾ ഒരു കാര്യം എടുത്തു പറയണം. 9 കൊല്ലം കഴിഞ്ഞു, 10ാമത്തെ കൊല്ലാണ് ആം ആദ്മി പാർട്ടി അവിടെ ഭരിക്കുന്നു. ഒരു സ്റ്റാമ്പ് പേപ്പറിനും വില കൂടിയിട്ടില്ല, ഒരു ഡ്യൂട്ടി കൂടിയിട്ടില്ല, ഒരു ടാക്സുകളും ഒരു അവശ്യ വസ്തുക്കൾക്കും വില കൂടിയിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് അവിടെ ജീവിക്കാൻ സ്വർഗമാണെന്ന് പറയുന്നതിൻ്റെ മറ്റൊരു വസ്തുത. ഇലക്ട്രിസിറ്റിയും കൂടിയിട്ടില്ല, വെള്ളത്തിനും കൂടിയിട്ടില്ല. 10 വർഷമായിട്ട് ഇവിടെ കേരളം ഭരിക്കുന്ന ഗവൺമെന്റ് എത്ര തവണ ഇലക്ട്രിസിറ്റി കൂട്ടി, വെള്ളത്തിന്റെ ചാർജ് കൂട്ടി. ഞാനൊരു കാര്യം, ഇപ്പോ ഇത്രയും കാര്യങ്ങള് ഇത്രയും ഫ്രീ ആയിട്ട് കൊടുക്കുമ്പോൾ ഗവൺമെന്റ് റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് ഫണ്ട് നീഡാണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ കേരളത്തിൽ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ടാക്സും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ട് ഇതുവരെ പ്രോഫിറ്റബിൾ ആക്കിയിട്ട് കാര്യങ്ങൾ മാറ്റിമറിക്കാനായിട്ട് പുറത്തുള്ള ഒരു ഗവൺമെന്റിന് കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ അരവിന്ദ് കെജ്രിവാൾ എന്ന് പറയുന്ന ഒരാൾ അറസ്റ്റിലായിട്ടുണ്ടായിരുന്നു. ഓക്കെ, അത് കഴിഞ്ഞ് കോടതി മറ്റേ ജയിലിലടക്കം അദ്ദേഹത്തിന് കെടുക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പോലും ജാമ്യാവസ്ഥയിലാണ് പുറത്തേക്ക് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇദ്ദേഹം ഒരു രീതിയിലും അഴിമതി നടത്താതെയാണ് ജയിലിലായത് എന്നാണ് പറയുന്നത്. ഒരു രീതിയിലുള്ള ഒരു അഴിമതിയും അദ്ദേഹം നടത്തിയിട്ടില്ല എന്ന് പൂർണ്ണമായിട്ട് തറപ്പിച്ച് പറയാൻ കഴിയും. നമ്മൾക്ക് അതിന് ഒരൊറ്റ കാര്യമുള്ളൂ. കേരളത്തില് തെളിവുണ്ട്, സാക്ഷികളുണ്ട്, കുഴൽപ്പണമൊക്കെ കൈയോടെ പിടിച്ചു. നമുക്ക് തൊണ്ടി മുതലടക്കം എല്ലാം ഉണ്ടായിട്ടും ഇവിടെ ഒരു CBI ഇല്ല, ഒരു ED ഇല്ല. ഇവരൊക്കെ ഇവിടെ കേരളത്തിൽ ഉറങ്ങിക്കിടക്കുകയാണ്. ഇവിടെ ഒരു വിജിലൻസും ഇല്ല. എല്ലാ സംവിധാനങ്ങളും ഇപ്പൊ ഇവിടെ പൂരം വരെ കലക്കിയവര് ഇപ്പം എന്താ പറയാ ADGP ആയിരുന്ന ആ കട്ട് ചെയ്തു. ഒരൊറ്റ കാര്യം ചോദിക്കുന്നു, ഒരു രീതിയിലുള്ള അഴിമതിയും നടത്തിയിട്ടില്ല എന്ന് പൂർണ്ണമായിട്ട് ഉറപ്പിച്ച് പറയാൻ കഴിയുമോ? 101% ഉറപ്പിച്ച് പറയാം. അത് ഏത് രീതിയിൽ പറയാം? 1000-ൽ പരം റെയ്ഡുകൾ നടത്തി. ഒരു വോയിസ് മെസ്സേജോ, ഒരു ഫോൺ കോളോ, അല്ലെങ്കിൽ ഒരു റെസീറ്റോ, ഒരു ഫയലോ, ഒരു ബില്ലോ
ഒരു ബാങ്ക് ബാലൻസോ എന്തെങ്കിലും ഒന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ? കോടതികൾ മാറി മാറി ചോദിച്ചു നിങ്ങൾക്ക് സമർപ്പിക്കാൻ എന്തെങ്കിലും ഒരു തെളിവുണ്ടോന്ന്. ഇഡിക്കും സാധിച്ചിട്ടില്ല, CBIക്കും സാധിച്ചിട്ടില്ല. ഇഡിയുടെ ഇതിൽ നിന്ന് ജാമ്യം കൊടുത്ത് അവര് കേജ്രിവാൾ പുറത്തേക്ക് ഇറങ്ങും മുമ്പേ CBI ഒരു ഉഡായിപ്പ് കേസും ഉണ്ടാക്കിക്കൊണ്ട് വന്ന് അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കും. ഒരു മുഖ്യമന്ത്രിയാണ്. ഒരൊറ്റ കാരണമേ ഉള്ളൂ, ഇത് ഡൽഹിയിൽ മാത്രം ഒതുങ്ങുന്ന ഒരു രാഷ്ട്രീയ സംവിധാനമായി മാറുമെന്ന് കരുതിയവർക്ക് തെറ്റി. ഗുജറാത്തിലെ അവരുടെ കുത്തകയായ തട്ടകമായ ഗുജറാത്തിൽ വരെ 14% വോട്ട് നേടി. കാശ്മീരിലും ഞങ്ങൾക്കൊരു MLA ഉണ്ട്, പഞ്ചാബും ഞങ്ങൾ പിടിച്ചു. ഇത്രയെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവർക്ക് ഹാലിളകി. ഇതിനെ ഇനിയും മുന്നോട്ട് കൊണ്ടുപോകാൻ, അഴിമതിക്കെതിരെയുള്ള ഒരു സംവിധാനമായി ഇവരിനി മുന്നോട്ട് പോയാൽ ഇവരെ പിടിച്ചാൽ കിട്ടില്ല എന്നുള്ള നല്ല ബോധ്യം വന്ന കേന്ദ്രം ഭരിക്കുന്നവർക്ക് പേടിയാണ്. അവരുടെ സീറ്റിന്റെ കാലുകൾ ഇളകിയതിന്റെ ഭയപ്പെടാനുള്ള ഒരുപാട് കാരണങ്ങളുണ്ട്. അതായത് എന്താ കാര്യം വെച്ചാൽ ഇത്രയും സംവിധാനങ്ങൾ ജനങ്ങൾക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുമ്പോൾ ഒരിക്കലും ഇങ്ങനെയുള്ള ഒരു സംവിധാനം BJP ഗവൺമെന്റിനോ അല്ലെങ്കിൽ പറയുന്ന കേരളത്തിലുള്ള ഗവൺമെന്റിന് പോലും അങ്ങനെ ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ അങ്ങനെ ഭയപ്പെടേണ്ടത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ, അതായത് ഇന്നത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോർപ്പറേറ്റ് കമ്പനികളുടെ, അങ്ങനെയുള്ള കോർപ്പറേറ്റ് കമ്പനികളുടെയും കൂടി ആവശ്യകതയാണ്. പക്ഷേ ഒരൊറ്റ കാര്യം പറയുന്നുള്ളൂ, ഒരു തെളിവും ഇല്ലാതെയാണോ ഇത്രയും നാളുകള് അയാള് ജയിലിൽ കിടന്നത്? അതല്ലേ വ്യക്തമായി പറഞ്ഞത്. ഒരു തെളിവുമില്ലാതെ അദ്ദേഹത്തിനെ പുറത്തേക്ക് ഇറക്കുമ്പം അടുത്ത സംവിധാനം പുറത്തേക്ക് ഇറങ്ങുന്ന, കോടതിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന വഴിയിൽ പുറത്ത് എത്തും മുമ്പേ തന്നെ അടുത്ത സംവിധാനം വന്ന് അറസ്റ്റ് ചെയ്യുവാണ്. അവരാരോപിക്കുന്നത് വലിയ ഒരു ആരോപണം കൊണ്ട് മാത്രം ഒരാളെ ജയിലിലെടുത്ത്. അതാണല്ലോ ഇപ്പൊ നമ്മൾ കണ്ടത്. അതാണല്ലോ നമ്മളിപ്പോ കണ്ടത്. കോടതികൾ എത്രയോ, സുപ്രീം കോടതി വരെ എത്രയോ തവണ ശാസിച്ചു EDയെയും CBIയെയും. അവരൊക്കെ ഒരു എന്താ പറയാ, കേന്ദ്ര ഏജൻസികളല്ല, കേന്ദ്രം ഭരിക്കുന്നവരുടെ വാലാട്ടി പട്ടികൾ എന്ന് നിസ്സംശയം പറയാവുന്ന സംവിധാനമായി മാറി. അവിടെ ഈ പറയുന്ന അരവിന്ദ് കെജ്രിവാൾ ഭരണത്തിന് കീഴിൽ നിൽക്കുമ്പോൾ പോലും, അവിടെ അദ്ദേഹത്തിന്റെ ലീഡിങ്ങിൽ നിൽക്കുമ്പോൾ പോലും അതിന്റെ കീഴെ വരുന്ന സംവിധാനങ്ങൾ മൊത്തം BJP എന്ന് പറയുന്ന ഒരു പാർട്ടി ഹൈജാക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഗവൺമെന്റ് സംവിധാനങ്ങൾ അങ്ങനെയാണോ പറയുന്നത്? ഇത് ഡൽഹി ഒരു കേന്ദ്ര ഭരണ പ്രദേശമാണ്. അവിടെ LGയും പോലീസും എല്ലാം BJPയോടെയാണ്, അല്ലെങ്കിൽ കേന്ദ്രത്തിന്റെ. അതിപ്പോ തെളിഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞ പോലെ തന്നെ. ജഡ്ജിയുടെ കാര്യം പോലും ഈ പറഞ്ഞ പോലെ തെളിഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ജഡ്ജിമാരൊക്കെ ആദ്യം തന്നെ നമ്മൾക്കൊരു സംവിധാനം മാറ്റേണ്ടതുണ്ട്. പക്ഷെ ഈ ജഡ്ജിമാരൊക്കെ റിട്ടയർഡ് ആയാൽ ഈ എല്ലാ പാർട്ടിക്കാരും അവർക്ക് ഉന്നത നിലവാരത്തില് ജോലിയും ഉന്നതമായ ശമ്പളങ്ങളും ഓഫർ ചെയ്യുന്നതിന്റെ പേരിലും കൂടിയാണ് ഈ ജഡ്ജിമാർക്ക് ഓരോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ അടിമകളായിട്ട് ഇത്തരത്തിലുള്ള നിലപാട് എടുക്കേണ്ടി വരുന്നത്. ജഡ്ജിമാർക്ക് അവരുടെ കാലയളവ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഒരു സംവിധാനത്തിലും ജോലി ചെയ്യാനോ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെയോ ഭാഗമാകാനോ പാടില്ല എന്നുള്ള ഒരു നിയമം ആദ്യം ഇന്ത്യയിൽ കൊണ്ടുവരണം. അല്ലാതെ ഇനി ജുഡീഷ്യറിയെ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കൊണ്ടെത്തി. ഒറ്റ കാര്യം ചോദിക്കാനുള്ളൂ, അഴിമതിരഹിതമായിട്ട് ഇതുപോലെ പ്രവർത്തിച്ചിട്ട് നമുക്ക് ഗവൺമെന്റിന് റൺ ചെയ്യിക്കാനും കഴിയുന്നുണ്ട്. ഇപ്പം ഈ പറയുന്ന പോലെയുള്ളത് പ്രോഫിറ്റബിൾ ആക്കാനും കഴിയുന്നുണ്ട്. ജനങ്ങൾക്ക് ഇതൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കാനും കഴിയുന്നുണ്ട്. അതേപോലെ തന്നെ ടാക്സ് കാര്യങ്ങൾ കറക്റ്റായിട്ട് അടയ്ക്കാത്ത ആൾക്കാരെ കണ്ടെത്തി അവർക്ക് അവരുടേതായിട്ടുള്ള രീതിയിൽ പഴയും കാര്യങ്ങളൊക്കെ ഈടാക്കിയിട്ട് കാര്യങ്ങൾ സംവിധാനങ്ങൾ കറക്റ്റ് ചെയ്യാനും കഴിയുന്നുണ്ട്. എന്നിട്ടും ഇദ്ദേഹത്തെ ജയിലിലാക്കുമ്പോൾ ഒരൊറ്റ കാര്യം ചോദിക്കാനുള്ളത്, നാളെ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു 10 വർഷം എന്ന് പറയുന്ന ഒരു സംഭവം കൂടിയും കഴിഞ്ഞ് കഴിഞ്ഞ് ഇനി ഒരു 15 വർഷം കൂടിയും കിട്ടുകയാണെങ്കിൽ ഇങ്ങനെയുള്ള തെറ്റായിട്ടുള്ള നയങ്ങൾക്കെതിരെ ഈ പറയുന്ന കോടതിയിൽ പോലും വ്യക്തിപരമായിട്ട് സ്വാധീനിക്കാനും കാര്യങ്ങൾക്കും കഴിയുന്ന രീതിയിലുള്ള നയങ്ങൾക്കെതിരെ ഒരു വലിയൊരു മൂവ്മെന്റ്, ഇനി ഒരാളും ഈ പറഞ്ഞ പോലെ എന്താ പറയുക ആരോപണങ്ങൾക്ക് വിധേയമായിട്ട് ജയിലിൽ കിടക്കേണ്ടി വരില്ല, സ്വാധീനങ്ങൾ കൊണ്ട് ജയിലിൽ കിടക്കേണ്ടി വരില്ല, അങ്ങനെയുള്ള ഇത് ഉണ്ടാക്കാനായിട്ട് ആം ആദ്മി എന്ന് പറയുന്ന ഒരു പാർട്ടിക്ക് കഴിയും. 100%. അതിനൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഞങ്ങളുടെ ആം ആദ്മി പാർട്ടിയുടെ ഒരു ശക്തനായ ഒരു പ്രവർത്തകൻ, അദ്ദേഹത്തിന്റെ മകൾക്ക് 83% മാർക്കുണ്ടായിരുന്നു. വേറൊരു BJPയുടെ ഒരു പ്രവർത്തകന്റെ മകൾക്ക് 83.2% മാർക്കുണ്ടായിരുന്നു. ഞങ്ങൾ ഈ ഒരു സീറ്റിന് വേണ്ടി ഞങ്ങൾ എത്ര റിക്വസ്റ്റ് ചെയ്തിട്ടും ഞങ്ങളുടെ നേതാക്കൾ ആ റെക്കമെൻഡ് സ്വീകരിച്ചില്ല. അവർ ഞങ്ങൾക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യാൻ തയ്യാറായില്ല. ഞങ്ങളുടെ ഈ സഹോദരൻ, ഈ ആത്മാർത്ഥ പ്രവർത്തകൻ, അതിൻ്റെ പേരിൽ മനസ്സും എടുത്തിട്ട് ഒരു 1.25 കൊല്ലത്തോളം ഞങ്ങളുടെ പാർട്ടിയിൽ നിന്നും മാറി. വെറും 2%
മാർക്കിനും വേണ്ടിയിട്ടാണ്. 83.2 കേട്ടോ, 2% ഇല്ല, 83.2. ആ 0.2 വ്യത്യാസത്തിലാണ് ആ സീറ്റ് കൊടുക്കാതിരുന്നത്. അത്ര പോലും സ്വജനപക്ഷപാതമോ പിൻവാതിൽ നിയമനങ്ങളോ നടത്താത്ത ആം ആദ്മി പാർട്ടിക്ക് നിസ്സംശയം പറയാം, ഒരു കോടതികളും ഒരു നിയമങ്ങളും ഒരു സംവിധാനങ്ങളും അഴുക്കായി നീതിയില്ലാതെ അനീതിയോടുകൂടി പ്രവർത്തിക്കില്ല എന്നുള്ള നല്ല ബോധ്യത്തോടു കൂടി ആം ആദ്മി പാർട്ടി കേന്ദ്രത്തിലും സംസ്ഥാനത്തും ഭരണം വന്നാൽ ഒരു കാരണവശാലും നിയമങ്ങളായി തന്നെ മുന്നോട്ട് പോവും. എല്ലാവർക്കും തുല്യനീതി നടപ്പാക്കിയിരിക്കും. 101% ഞാൻ വിശ്വസിക്കുന്നു. വിധേയമായിട്ട് ഒരിക്കലും ഒരാൾക്ക് പോലും ജയിലിൽ കിടക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ ഉണ്ടാവില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, ഒരു കാര്യം കൂടി ഉണ്ട്, അതിന്റെ ഒപ്പം പറയേണ്ട ഒരു കാര്യമുണ്ട്. ആ കുറ്റവാളികളായിട്ടുള്ള ഒരാളും ഇന്ന് ഇപ്പൊ നമുക്കറിയാം കുഞ്ഞനന്ദനൊക്കെ എന്തുമാത്രം തവണ പരോൾ അനുവദിച്ചു എന്ന്. എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പരോൾ കിട്ടിയിട്ടുള്ള ഒരു വ്യക്തിയാണ് TP ചന്ദ്രശേഖരന്റെ വധത്തില് വന്നിട്ടുള്ള ജയിലിൽ കിടന്ന നമ്മുടെ കുഞ്ഞനന്ദൻ. അപ്പൊ അതുപോലുള്ള പരോളുകളും അതുപോലുള്ള ആളുകൾക്ക്, അതുപോലെ അതിലുള്ള ഗുണ്ടകൾക്ക് പരോള് വന്നിട്ട് തിരിച്ചു പോകുമ്പം പാർട്ടിയുടെ അംഗങ്ങൾ കൊടുക്കുന്ന സ്വീകരണവും കൊണ്ടാക്കാൻ യാത്രയയപ്പും കാണേണ്ടത് തന്നെയാണ്. അത്തരത്തിലുള്ള ഒരു പരിപാടികളുണ്ടാവില്ല. കാശ്മീരിലെ ദേവസ്ഥാനത്തിട്ട് 8 വയസ്സുള്ള ഒരു പിഞ്ചു കുഞ്ഞിനെ പീഡിപ്പിച്ചവർ ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ പൂമാലയും ഇന്ത്യൻ പതാകയും കൊണ്ടുപോയി സ്വീകരിച്ച ആളുകളാണെന്ന് കേന്ദ്രം ഭരിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു ഗുണ്ടായുസവും ഒരു എന്താ പറയുക അധോഗതിയായിട്ടുള്ള നീതിയുടെ അധോഗതിയാണ് അതൊക്കെ. അത്തരത്തിലുള്ള ഒരു പ്രവണതകളും ആം ആദ്മി പാർട്ടി കേന്ദ്രം ഭരിച്ചാലും സംസ്ഥാനം ഭരിച്ചാലും ഉണ്ടാകില്ല എന്നുള്ള ഒരു ഉറപ്പാണ് ഞാൻ ഇന്ന് ആം ആദ്മി പാർട്ടിയുടെ വക്താവായി. ഇതില് ഞാനൊരു നിഷ്പക്ഷമായിട്ടാണ് ഞാൻ നിലനിൽക്കുന്നത്. നിഷ്പക്ഷമായിട്ട് തന്നെയാണ് സഞ്ചരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒരിക്കലും ഒരു പാർട്ടിയുടെ വക്താവാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ എന്നിരുന്നാലും ഇന്നും നമ്മൾ സ്കൂളുകളിൽ പഠിച്ചിട്ടുള്ള ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആഹാരം, വസ്ത്രം, പാർപ്പിടം എന്ന് പറയുന്നതാണ് ഒരു മനുഷ്യന്റെ ബേസിക് നീഡ് എന്ന് പറയുന്ന ഒരു സംഭവം. അത് പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ആം ആദ്മി പാർട്ടിയുടെ വലിയൊരു വിജയമാണ്. കാരണം തെരുവോരങ്ങളിലുള്ള ആൾക്കാരെ പോലും പുനരധിവസിപ്പിക്കാനായിട്ട് പാർട്ടിക്ക് കഴിഞ്ഞു എന്നുള്ളത് വലിയൊരു മാറ്റം തന്നെയാണ്. വലിയൊരു മാറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന അതേ സംഭവം വെച്ച് തന്നെ ഇന്ന് തന്നെ പല ആൾക്കാരും വിദ്യാഭ്യാസ ലോണും എന്താ പറയുക ബിസിനസിന്റെ ലോണും കാര്യങ്ങളൊക്കെ ആയിട്ട് പല ആൾക്കാരും വീടുകൾ ജപ്തികളിലേക്ക് ആവുമ്പോൾ പോലും ആ ബേസിക് നീഡ്സ് ജനങ്ങൾക്ക് കൊടുക്കുക എന്നുള്ളത് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒളിച്ചോടാത്തത് ഞാൻ വളരെയധികം പ്രശംസിക്കപ്പെടേണ്ട ഒരു സംഭവമാണ്. പിന്നെ ഒരു വിദ്യാർത്ഥി എഡ്യൂക്കേഷൻ ലോൺ തീർച്ചയായിട്ടും അതൊക്കെ ഭയങ്കര എടുത്തു പറയാൻ ആധാരം പണയം വെക്കണ്ട, ഒരു ജാമ്യവും വേണ്ട, ഒന്നും വേണ്ട. ഗവൺമെന്റിന്റെ ജാമ്യത്തിലാണ് അവിടെ എഡ്യൂക്കേഷൻ ലോൺ കൊടുക്കുന്നത്. അവരുടെ ഏറ്റവും അത് കർഷകന്റെ മകനും IAS ഓഫീസറുടെ IPS ഓഫീസറുടെ മക്കൾക്കും എല്ലാവർക്കും തുല്യനീതിയാണ്, തുല്യ എഡ്യൂക്കേഷൻ. അതിന് ഗവൺമെന്റ് അതുപോലൊരു നിലപാടെടുത്ത് നടപ്പിലാക്കി വിജയിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്നിട്ടും മിച്ച ബജറ്റുള്ള ഇന്ത്യയിലെ ഏക സംസ്ഥാനമാണ് ഡൽഹി ഗവൺമെന്റ്. കാര്യം ചോദിക്കാം, ഇതില് ഇപ്പോ ഇത്രയും കാര്യങ്ങൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് സാധാരണ ജനങ്ങൾക്കും അതേപോലെ തന്നെ മിഡിൽ ക്ലാസ്സിലായിട്ടുള്ള ആൾക്കാർക്കും. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ഒരിക്കലും ഒരു ലോണ് ഒരു ബാങ്ക് സംവിധാനത്തിന്റെ മുന്നിൽ പോയി നമുക്ക് കാല് പിടിച്ച് കിടക്കേണ്ട ആവശ്യം എന്ന് പറയുന്നത് ഈ പറയുന്ന ഒരു ഗവൺമെന്റ് കീഴിൽ വരാത്ത ഒരു സാഹചര്യത്തില് ഇത്രയും സംവിധാനങ്ങൾ ജനറേറ്റ് ചെയ്യാനായിട്ട്, ഫ്രീ ആയിട്ട് ഇത്രയും സംവിധാനങ്ങൾ ജനറേറ്റ് ചെയ്യാനായിട്ട് ഇത് പ്രോഫിറ്റബിൾ ആക്കുന്നത് എങ്ങനെയാണ്? അവിടുത്തെ ഖജനാവിലേക്ക് വരുന്ന നികുതി പണം അത് അഴിമതിയില്ലാതെ അധിക ചെലവില്ലാതെ ഈ നമ്മളുടെ ഇവിടെയൊക്കെ നമ്മൾ ദൂർത്ത് കാണുന്നുണ്ട് 40, 50, 60 വണ്ടികളുടെ അകമ്പടിയും ഒക്കെ. ഒരു ബീക്കൺ ലൈറ്റ് പോലും വെക്കാത്ത നേതാക്കളാണ് ഞങ്ങളുടെ ആം ആദ്മി പാർട്ടി അവിടെ ഡൽഹി ഭരിക്കുന്നത്, പഞ്ചാബ് ഭരിക്കുന്നത്. ഒരു ബീക്കൺ ലൈറ്റ് വെച്ചാൽ ഏതെങ്കിലും ഞങ്ങളുടെ ഒരു നേതാക്കളെ, മുഖ്യമന്ത്രി അടക്കമുള്ള ഒരു നേതാക്കളെയും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ഞങ്ങളുടെ നാഷണൽ ലീഡർ തൊട്ട് ഒരാളെയും കാണാൻ പറ്റില്ല. അതുപോലെ തന്നെ അഴിമതിയോ ധൂർത്തോ സ്വജനപക്ഷപാതമോ ഇല്ല. ഇവിടെ നമ്മുടെ KSEBയിൽ നോക്കിക്കോളൂ, 100 സ്റ്റാഫ് വേണമെങ്കിൽ ഇവിടെ 500 സ്റ്റാഫാണ്. ഇവർക്ക് മുഴുവൻ ശമ്പളവും പെൻഷൻ്റെ മേലെ പെൻഷനും കൊടുത്തു വരുമ്പോൾ ഉണ്ടാകുന്ന ഖജനാവ് ചോർച്ചയാണ് ഇവിടുത്തെ വലിയൊരു പ്രശ്നം. അത് അവിടെ ഇല്ല. അവിടുത്തെ ഹോസ്പിറ്റൽ ജോലിക്കാരെ ഒന്നും മാറ്റിയിട്ടില്ല, സ്കൂൾ അധികാരികളെ ഒന്നും മാറ്റിയിട്ടില്ല. അതുപോലെ ഒരു ഗവൺമെൻറ് സ്ഥാപനങ്ങളിലും അവിടെ ഒരാളെയും മാറ്റിയിട്ടില്ല. പക്ഷേ
അവിടെ കൃത്യമായി 10 മണിക്ക് ജോലിക്ക് വരികയും 5 മണി വരെ കൃത്യമായി ജോലി ചെയ്യുകയും ചെയ്യണം എന്നുള്ള നിർബന്ധമുണ്ട്. അതിന് ഇൻസ്പെക്ഷനുണ്ട്. അവിടെ ഗ്രൂപ്പുകളില്ല, യൂണിയനുകളില്ല. അവിടെ കൃത്യമായി വന്ന ജോലി എന്തിനാണോ അത് ചെയ്തേ പറ്റുള്ളൂ. പ്രൊഫഷണലാണ്. ആ സംവിധാനം നടപ്പിലാക്കിയതിന്റെ പേരിൽ മാത്രം അവിടെ ഖജനാവിന് ഒരു ചോർച്ചയില്ല, അധിക ചെലവുമില്ല. എല്ലാ സെക്ഷനും ഓഡിറ്റ് ചെയ്യുന്നുണ്ട്. എല്ലാ സെക്ഷനും പ്രോപ്പർ ആയിട്ട് ഓഡിറ്റ് ചെയ്ത് പ്രോപ്പർ ആയിട്ട് റൺ ചെയ്യുന്നുണ്ട്. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഇതിനു മുമ്പ് ഇവിടെ ഇലക്ട്രിസിറ്റി ബില്ല് കൂട്ടുന്നതിന്റെ ഭാഗമായിട്ട് റെഗുലേറ്ററി കമ്മിറ്റിയിൽ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപേക്ഷ സമർപ്പിച്ച് കഴിഞ്ഞപ്പോൾ റെഗുലേറ്ററി കമ്മിറ്റി പറഞ്ഞത് ഇത് പ്രോഫിറ്റബിൾ ആക്കിയിട്ട് ജനങ്ങൾക്ക് വൈദ്യുതി കുറഞ്ഞ ചെലവിൽ കൊടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് 40 പൈസകൾ ഇപ്പൊ കൂട്ടിയിട്ടുള്ളത്. അതിപ്പോ 26 പൈസ അല്ലെ, 26 അല്ലെ, 16 പൈസകളാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോ അത് കൂടും എന്തായാലും. ഈ വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും കൂടാനുള്ള സാധ്യതയുണ്ട്. അതായത് പ്രോപ്പറായിട്ട് നമുക്കിവിടെ ജലസേചനമായിട്ടുള്ള സംവിധാനങ്ങൾ, കാര്യങ്ങൾ, ഈ പറയുന്ന പോലെയുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ടായിട്ട് പോലും ഇത് പ്രോഫിറ്റബിൾ ആക്കാനായിട്ട് ഇലക്ട്രിസിറ്റിയുടെ കൃഷ്ണൻകുട്ടിക്ക് കഴിഞ്ഞിട്ടില്ല. KSRTC ഡിപ്പാർട്ട്മെന്റ് പ്രോഫിറ്റബിൾ ആക്കാനായിട്ട് ഗണേഷ് കുമാറിന് കഴിഞ്ഞിട്ടില്ല. അവിടെ പ്രോപ്പറായിട്ട് ഓഡിറ്റിംഗ് സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ പ്രോപ്പറായിട്ട് റൺ ചെയ്യിക്കാനായിട്ട് ഗവൺമെന്റ് സംവിധാനങ്ങൾക്ക് കഴിയുന്നുണ്ട്. കാരണം അവര് എഡ്യൂക്കേറ്റഡ് ആണ് അല്ലെ, നിങ്ങളുടെ മന്ത്രിമാരൊക്കെ അത്യാവശ്യം എഡ്യൂക്കേറ്റഡ് ആണ്. അവർക്ക് പ്രൊഫഷണൽ ആയിട്ട് അവർക്ക് വർക്ക് ചെയ്തിട്ടുള്ളതും അതേപോലത്തെയുള്ള ഒരു മാനേജ്മെന്റിന്റെ എക്സ്പീരിയൻസ് ഉണ്ട്. എഡ്യൂക്കേറ്റഡ് അല്ലാത്ത മന്ത്രിമാര് ഈ പറയുന്ന ഒരു പാർട്ടിയിൽ ഇല്ല. സോ അതിന്റെ വ്യത്യാസം, അതായത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്പീരിയൻസ്, ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് എങ്ങനെ പ്രോഫിറ്റബിൾ ആക്കണം, അവരെ അടിമകളാക്കാനാണ് ഇവര് ശ്രമിക്കുന്നത്. അതായത് അവർക്ക് അർഹമായതല്ല, അനർഹമായ സംവിധാനങ്ങളും തസ്തികകളും കൊടുത്ത് യൂണിയനുകൾ ഉണ്ടാക്കി ഈ പാർട്ടിക്ക് കുറെ അടിമകളെ സൃഷ്ടിച്ച് അടിമകളുടെ വോട്ട് വാങ്ങി എല്ലാ കാലവും നിൽക്കാം എന്നാണ് വിചാരിച്ചാലും ഈ സംവിധാനങ്ങളെല്ലാം തളർന്നു പോകുന്നു. നമ്മുടെ കേരളം നശിച്ചു പോകുന്നു. ജനങ്ങളോട് എനിക്ക് പറയാൻ തോന്നിയിട്ടുള്ള ഒരൊറ്റ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പുതിയ ജനപ്രതിനിധികളെ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. നമ്മള് ആം ആദ്മി എന്ത് മാത്രമല്ല ഞാൻ പറയുന്നത്, പുതിയ ജനപ്രതിനിധികളാണ്. ജനങ്ങൾക്ക് സേവനം ചെയ്യാനായിട്ടും ജനങ്ങൾക്ക് സർവീസ് ചെയ്യാന്ന് പറയാം. സേവനം എന്ന് പറയുന്നില്ല, സർവീസ്, പ്രോപ്പർ സർവീസ്, പ്രൊഫഷണൽ ആയിട്ടുള്ള പ്രോപ്പർ സർവീസ്. ബേസിക് നീഡ്സ് എന്ന് പറയുന്നത് ജനങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടാവുന്ന രീതിയിലുള്ള സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ കഴിയുന്ന പുതിയ ജനപ്രതിനിധികളെ കണ്ടെത്താൻ ജനങ്ങൾ നിർബന്ധിതരാണ്. ആ നിർബന്ധിതരാണ് എന്നുള്ളത് ജനം തിരിച്ചറിഞ്ഞ് വോട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ജനങ്ങൾ നിരന്തരമായിട്ട് ചൂഷണത്തിന് വിധേയമാവും. ഒരൊറ്റ കാര്യം പറയാനുള്ളൂ, ആം ആദ്മി പാർട്ടി എന്ന് പറയുന്നത് നിരന്തരമായിട്ട് വേട്ടയാടപ്പെട്ട ഒരു പാർട്ടിയാണ്. എന്തുകൊണ്ടാണ് വേട്ടയാടപ്പെട്ടത്? അത് കറക്റ്റ് ആയിട്ടുള്ള ഒരു മാനേജ്മെന്റ് സെക്ഷനിലൂടെ ഗവൺമെന്റ് റൺ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ജനങ്ങൾക്ക് വേണ്ട സർവീസ് എത്തിക്കാൻ കഴിയുന്നത് കൊണ്ട്, മറ്റുള്ളവർക്ക് കൊടുക്കാൻ കഴിയാത്തത് കൊണ്ട് നിരന്തരമായിട്ട് വേട്ടയാടപ്പെട്ട് ഇപ്പൊ ജാമ്യാവസ്ഥയിൽ അവരുടെ മന്ത്രിമാർ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിന് ഒരൊറ്റ കാരണമുള്ളൂ, നല്ല സർവീസ് കൊടുക്കുന്നവൻ അഴിക്കുള്ളിലായിരിക്കും. അല്ല, വാഷിംഗ് മെഷീനിൽ പോയില്ലല്ലോ, വൻ ഓഫർ ഉണ്ടായിരുന്നു. ഇപ്പൊ മനീഷ് സിസോദിയോട് ഡൽഹിയുടെ മുഖ്യമന്ത്രി ആക്കാമെന്നാണ് വാഗ്ദാനായിരുന്നത്. പക്ഷെ ആ വാഷിംഗ് മെഷീൻ ആയിട്ടുള്ള BJP-യിലേക്ക് പോകാൻ ഒരു സമ്മതം മൂളിയാൽ മതി. ആ സമ്മതം മൂളാത്ത നട്ടലുള്ള നേതാക്കളായി ഒന്നിനോടും കോംപ്രമൈസ് ഇല്ല. ജനങ്ങൾക്ക് സേവനം ഞങ്ങളുടെ നിർബന്ധമാണ്, ആ സേവനം ഉറപ്പാക്കുന്ന ആം ആദ്മി പാർട്ടി ഞങ്ങളുടെ നിർബന്ധമാണ് എന്നുള്ള ഒരൊറ്റ നിർബന്ധത്തിന്റെ പേരിൽ മാത്രമാണ് അവർ ജയിലിൽ കിടന്നത്. അവരതിൽ ദുഃഖിക്കുന്നില്ല. ജനങ്ങൾക്ക് വേണ്ടിയാണ് അവരുടെ പോരാട്ടം. ആ ഒരു കാഴ്ചപ്പാട് അവർക്കുണ്ട്. നമ്മുടെ മുൻ നേതാക്കൾ, അത് ഗാന്ധിജി ആയിക്കോട്ടെ, സുഭാഷ് ചന്ദ്രബോസ് ആയിക്കോട്ടെ, സിംഗ് ആയിക്കോട്ടെ, ആണെങ്കിലും അവരെല്ലാം മരണം വരിച്ചിരിക്കുന്നതും അറസ്റ്റ് വരിച്ചിരിക്കുന്നതും ജയില് പുൽകിയിട്ടുള്ളതും ഇതെല്ലാം ഇന്ത്യൻ ജനതയുടെ നന്മയ്ക്ക് വേണ്ടിയും മുന്നേറ്റത്തിന് വേണ്ടിയാണ്. അതിനുവേണ്ടി ആം ആദ്മി പാർട്ടിയുടെ നേതാക്കളെ എത്ര അറസ്റ്റ് ചെയ്താലും ഞങ്ങൾ ശക്തിയുക്തം നിൽക്കും. ഇന്നും എനിക്കൊരു പാസ്പോർട്ട് കിട്ടിയിട്ടില്ല. 43 കേസാണ് എൻ്റെ പേരിൽ. ജനങ്ങളുടെ കൂടെ അവരുടെ സമരങ്ങളിൽ പങ്കാളികളായെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ജനങ്ങളുടെ ഒപ്പം ആം ആദ്മി പാർട്ടി അതിൻ്റെ നേതാക്കളും എന്ത് പ്രതിസന്ധി വന്നാലും ശക്തമായിട്ട് നിലനിൽക്കും. ഇത് ഞങ്ങളുടെ ഉറപ്പാണ് കേരള ജനത. ഇതിലൊരൊറ്റ കാര്യമുള്ളൂ, ഞാൻ എപ്പോഴും മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പാർട്ടി എന്ന് പറയുന്നതിന് എപ്പോഴും അതിൻ്റെതായിട്ടുള്ള യൂണിയൻ സ്വഭാവം ഉണ്ടായിരിക്കും. വിമർശനം എന്ന് പറയുന്നത് എപ്പോഴും പാർട്ടീനെ എതിർക്കുക അങ്ങനെയുള്ള സംവിധാനങ്ങൾ എന്ന് പറയുന്നത് ഇവിടെ വളരെ കുറവാണ്. മനസ്സിലാവുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഒരു പാർട്ടിയുടെ വക്താവാണ് എന്ന് പറയുമ്പോൾ പോലും
ഞാൻ ഭയക്കുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാളെ നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ടീനെ വിമർശിക്കാൻ കഴിയുമോ? സത്യസന്ധമായിട്ട് പറയണം. ഞാൻ വിമർശിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. സ്വന്തം പാർട്ടിയെ വിമർശിക്കാൻ തീർച്ചയായിട്ടും അതില്ലാന്നുണ്ടെങ്കിൽ ഇത് മറ്റു പാർട്ടിയുമായിട്ട് ഒരു വ്യത്യാസം ഇല്ലാതെ വരും. തീർച്ചയായിട്ടും ഞാനൊരു അടിമയല്ല. എനിക്ക് ഇതിനു മുമ്പും ഒരു രാഷ്ട്രീയ ആം ആദ്മി പാർട്ടിയുടെ ഒരു അടിമയല്ല നിങ്ങൾക്ക്. ഞാൻ 18ാമത്തെ വയസ്സില് എനിക്ക് ആദ്യത്തെ കന്നി വോട്ട് എന്റെ ഒരു വിലാസിനി ടീച്ചർ ഓളരിയില് 49ാം ഡിവിഷനിലെ ഇലക്ഷന് നിന്ന വിലാസിനി ടീച്ചർക്ക് ഒരു കന്നി വോട്ട് ചെയ്തതാണ്. പിന്നെ ഞാൻ വോട്ട് പോലും ചെയ്തില്ല. നോട്ടം ഉണ്ടായതിന് ശേഷമാണ്, നോട്ടയ്ക്കാണ് ഞാൻ വോട്ട് ചെയ്തിട്ടുള്ളൂ. എനിക്കൊരു രാഷ്ട്രീയ പാർട്ടികളോടും താല്പര്യമില്ല. എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഒന്നിനൊന്ന് ജനങ്ങളെ ദ്രോഹിക്കുകയും വഞ്ചിക്കുകയും ചെയ്യുന്നവരാണ്. അവരുടെ പോക്കറ്റ് വലുതാക്കുന്നു, അവരുടെ പാർട്ടി ഫണ്ട് വലുതാക്കുന്നു. ആം ആദ്മി പാർട്ടി ശരിക്കും വ്യത്യസ്തമാണ്. ഈ പാർട്ടിക്ക് എന്ന് വഴി തെറ്റുന്നോ അന്ന് മുതൽ ഞാൻ ഈ പാർട്ടിയിൽ ഉണ്ടാവില്ല. എന്നെ പോലെ തന്നെയുള്ളവരാണ് ബഹുഭൂരിപക്ഷം ആൾക്കാരും ഈ ആം ആദ്മി പാർട്ടിയിൽ. ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു കോർപ്പറേറ്റ് കമ്പനി, അത്യാവശ്യം നല്ല പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു കോർപ്പറേറ്റ് കമ്പനിയിൽ ഒരു സിഇഒനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു ഹയർ അതോറിറ്റിനെയോ നമ്മൾ നിയമിക്കുമ്പോൾ പോലും പ്രോപ്പർ ആയിട്ടുള്ള ഇന്റർവ്യൂ ബേസ് ചെയ്തിട്ട് അവൻ അതിനുള്ള കഴിവുണ്ട് എന്നുള്ളത് അവൻ ബോധ്യപ്പെടുത്തിയതിന് ശേഷം മാത്രമാണ് നിയമിക്കുക. നമ്മളിവിടെ കേരളത്തിൽ വോട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇത് ചിന്തിക്കുന്നുണ്ടോ? ഇവനിത് നിലനിർത്താൻ കഴിവുണ്ടോ, ഇവൻ അതിനുള്ള കഴിവുണ്ടോ, അവൻ അതിന്റെ പ്രാപ്തിയുണ്ടോ, അവൻ എത്രത്തോളം പഠനമുണ്ടോ എന്നുള്ളത് നോക്കാതെ നമ്മൾ വിജയിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജനങ്ങളാണ് അനാഥരാകുന്നത്. ജനങ്ങൾ അനാഥരാകുമ്പോൾ ഗവൺമെന്റ് എന്ന് പറയുന്നത് കോർപ്പറേറ്റ് ആവുകയാണ് ചെയ്യുന്നത്. അവിടെ ഗവൺമെന്റ് അല്ല, ഗവൺമെന്റ് എന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ്. നമ്മളൊക്കെ കൂടിയതാണ് ഗവൺമെന്റ് എന്ന് പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ്. അപ്പോൾ ഇവിടെ ഒരു മാറ്റം ഉണ്ടാവേണ്ടത് വളരെ അത്യാവശ്യമാണ്. തീർച്ചയായിട്ടും ആ മാറ്റത്തിന് ഒപ്പം നമ്മളും ഉണ്ടായിരിക്കും. പുതിയ നിഷ്പക്ഷമായിട്ട് നമ്മളിവിടെ തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കും. എന്തായാലും ഒരൊറ്റ കാര്യം തന്നെ പറയാനുള്ളൂ. എനിക്കിപ്പോഴും അവസാനമായിട്ട് പറയാനുള്ളത് ഒറ്റ കാര്യമുള്ളൂ. മനുഷ്യൻ്റെ ബേസിക് നീഡ് എന്ന് പറയുന്ന കാര്യത്തിൽ മനുഷ്യന് ആ ഒരു സംവിധാനം കറക്റ്റായിട്ടുണ്ടെങ്കിൽ തന്നെ സത്യത്തിൽ കേരളത്തിൽ ഒരുപാട് ജനത ഡെവലപ്പ് ആവും. ഇപ്പം നോട്ട് നിരോധനത്തിന് ശേഷം ഫൈനാൻഷ്യൽ ക്രൈസിസ് തുടങ്ങി, പിന്നെ കൊറോണയ്ക്ക് ശേഷം ഫൈനാൻഷ്യൽ ക്രൈസിസ് തുടങ്ങി. പിന്നെ ഇന്ന് കേരളം നോക്കുകയാണെങ്കിൽ മിഡിൽ ക്ലാസ്സിൽ നിൽക്കുന്ന ഏതെങ്കിലും ഒരുത്തൻ ഈ വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങളൊരു ഫൈനാൻഷ്യൽ ക്രൈസിസിലാണോ എന്നുള്ളത് നിങ്ങൾ നോക്കുക. അതേപോലെ തന്നെ അതിന് കീഴേക്കുള്ളവനാണെന്നുണ്ടെങ്കിൽ നോക്കിക്കോ, ഫൈനാൻഷ്യൽ ക്രൈസിസിലാണോ എന്നുള്ളത് നോക്കുക. ഏറ്റവും കൂടുതൽ ഫൈനാൻഷ്യൽ ക്രൈസിസ് അനുഭവിക്കുന്നത് മിഡിൽ ക്ലാസ് ആണ്. കാരണം ലോൺ സമ്പ്രദായത്തിലേക്ക് ഏറ്റവും കൂടുതൽ വലിച്ചിട്ടതുള്ളതും അവരെയാണ്. മറ്റുള്ളവരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം അവനവന്റെ ജോലി ചെയ്ത് തന്നെ എല്ലാവർക്കും ഒരുപാട് സൗകര്യങ്ങൾ ഗവൺമെന്റിൽ നിന്നും മറ്റുമൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു ഒറ്റ കാര്യമുള്ളൂ. നമ്മൾക്ക് സ്കൂൾ കാലഘട്ടങ്ങളിൽ പഠിപ്പിക്കുന്ന ആഹാരം, വസ്ത്രം, പാർപ്പിടം എന്ന് പറയുന്നത് ബേസിക് നീഡായിട്ട് ജനങ്ങൾക്ക് അത്യാവശ്യമായിട്ടുള്ള ഒരു നീഡ് ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. അത് പ്രൊവൈഡ് ചെയ്യാൻ പറ്റാവുന്ന ഒരു സംവിധാനത്തിനെ നമ്മൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് നൽകാൻ വേണ്ടി ആം ആദ്മി പാർട്ടി സജ്ജമാണ്. നിങ്ങൾ സ്വീകരിക്കാൻ തയ്യാറായാൽ മാറ്റം ഇവിടെയും സാധ്യമാണെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഡൽഹിയിൽ എന്ത് രാഷ്ട്രീയ വിപ്ലവമാണോ ആം ആദ്മി പാർട്ടി കൊണ്ടുവന്നത്? റേഷൻ 25 കൂടുതൽ 32ഓളം വിഭവങ്ങൾ നമുക്ക് വീട്ടിൽ കൊണ്ടുവന്ന് തരികയാണ്. വീട്ടില് ഇവിടെ സപ്ലൈകോയിലൊന്ന് ചെന്ന് നോക്കൂ. ഞങ്ങള് ആം ആദ്മികളെ എത്ര നാള് സപ്ലൈകോക്കെതിരെ ഇല്ല. പച്ചക്കറികളും പഴങ്ങളും മാത്രമാണ് നമ്മൾ വാങ്ങേണ്ടത്. ബാക്കി സാധനങ്ങളെല്ലാം നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ. ഞാൻ ഇപ്പൊ മോൻ ഇങ്ങോട്ട് പോകുന്നു, ഞാൻ ഒറ്റയ്ക്കായപ്പം നമുക്ക് കിട്ടുന്നതിൽ നിന്ന് ഞാൻ ഇങ്ങോട്ട് വരുമ്പോ കൊണ്ടുവരിക ചെയ്യാം. പരിപ്പ്, പയറ്, കടലയൊക്കെ. അപ്പൊ നമ്മൾക്ക് അത്രയും സാധനങ്ങളാണ്. നമുക്ക് പഞ്ചസാര മാത്രം പിന്നെ എനിക്ക് അധികം കൂടുതൽ ഉപയോഗം. പക്ഷെ ആട്ടയും അരിയും ഒക്കെ എനിക്ക് ആവശ്യത്തിൽ കൂടുതലാണ്. അപ്പൊ ഇതൊക്കെ നമുക്ക് ഒന്നുങ്ങ വേണ്ടപ്പെട്ടവർക്ക് കൊടുക്കുക, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങോട്ട് വരുമ്പോൾ കൊണ്ടുവരാം. അപ്പൊ അത്രയ്ക്കും നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്. എന്നിട്ടും ഖജനാവ് കൊള്ളയടിക്കപ്പെടുന്നില്ല. ഖജനാവിൽ മിച്ച ബജറ്റുണ്ട്. കേരളത്തിന്റെ പോലെ പറ്റിപറ്റി കിടക്കുന്ന ഒരു ഖജനാവല്ല ഡൽഹിയിലുള്ളത്. ഒരൊറ്റ കാര്യം പറയാനുള്ളൂ. എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ പ്രോഫിറ്റബിൾ ആക്കിയിട്ട് റൺ ചെയ്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനുഷ്യന്റെ ബേസിക് ആയിട്ടുള്ള ആഹാരം, വസ്ത്രം, പാർപ്പിടം മൂന്നും അവര് ഏകദേശം കറക്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഏകദേശം എന്നല്ല, മുഴുവനായിട്ടും കറക്റ്റ് ചെയ്ത് കഴിഞ്ഞു. കാരണം തെരുവിലുള്ള ആൾക്കാരടക്കം പുനരധിവസിപ്പിച്ചു, ഇലക്ട്രിസിറ്റി ഫ്രീ ആയിട്ട് കൊടുത്തു. ഒരു മനുഷ്യന് പട്ടിണിയില്ലാതെ ജീവിക്കാനുള്ള ഭക്ഷണ വസ്തുക്കളടക്കം, റേഷൻ അടക്കം കറക്റ്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്ത് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. പിച്ചെടുത്തിരുന്ന കുട്ടികളെ കൊണ്ടുപോയി എഡ്യൂക്കേഷൻ പ്രാപ്തമാക്കി അവർക്ക് താമസിക്കാനുള്ള സൗകര്യം. നിഷ്പക്ഷരായിട്ടുള്ള ജനങ്ങളോടും അതേപോലെ തന്നെ പാർട്ടി വക്താക്കളോടും പറയാനുള്ള ഒരൊറ്റ കാര്യം, നിങ്ങൾ നിങ്ങളുടെ ബുദ്ധി പണയം വെക്കാതെ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, നിങ്ങൾക്ക് കേരള ഗവൺമെന്റിൽ എന്താണ് കിട്ടുന്നത് എന്നുള്ളതും. അറ്റ് എ ടൈം ഇവിടെ ഒരു മാറ്റം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആം ആദ്മി എന്ന് പറയുന്ന ഒരു പാർട്ടി എന്ന് ഞാൻ പറയുന്നില്ല,
പക്ഷെ പുതിയൊരു ജനപക്ഷമായിട്ടുള്ള ജനങ്ങൾക്ക് വേണ്ടി ഈ പറയുന്ന ഒരു മാനേജ്മെന്റ് സെക്ഷൻ കറക്റ്റായിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരു ഭരണം ഇവിടെ വരണം. അതിനാണെങ്കിൽ ആം ആദ്മി ആണെങ്കിലും സപ്പോർട്ട് ചെയ്യുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ ഒരു പുതിയൊരു സംവിധാനം വരികയാണെങ്കിൽ ഉറപ്പായിട്ടും അവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്യും. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് വ്യക്തമായിട്ട് അറിയാം ഇതൊരു മാനേജ്മെന്റ് സെക്ഷനിലൂടെയാണ് കറക്റ്റായിട്ട് നടക്കേണ്ടത്. ഇതൊരു പാർട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലിക്കുന്ന ഒരു പ്രസ്ഥാനങ്ങളിലൂടെയും അതിലൂടെയുള്ള എന്താ പറയാ മുതലെടുപ്പുകളിലൂടെയും കൊലപാതകങ്ങളിലൂടെയും അല്ല ഇങ്ങനെയുള്ള ഒരു സംവിധാനം നടക്കേണ്ടത്. തികച്ചും ജനാധിപത്യപരമായിട്ടാണ് ഗവൺമെന്റ് സംവിധാനങ്ങൾ നടക്കേണ്ടത് എന്നുള്ളത് അറിയാവുന്നത് കൊണ്ട് തന്നെ ഇവിടെ നിഷ്പക്ഷമായിട്ടുള്ള ഒരു മൂവ്മെന്റ് നിങ്ങളുടെ ഭാഗത്തുനിന്നും അല്ലാതെയും ഉണ്ടായി വരണമെന്ന് ആഗ്രഹിക്കുന്നു. ഇന്ന് നിലനിൽക്കുന്ന ഈ 3 പാർട്ടിയുടെ അപ്പുറത്തേക്ക് പുതിയൊരു മാറ്റം ഉണ്ടാവണം. ആ മാറ്റം ഉണ്ടാക്കാൻ ഉറപ്പായിട്ടും ഉണ്ടാവും എന്ന് പറയുന്നത് നമുക്കൊരു പ്രതീക്ഷ. നേരത്തെ വേണോ എന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾ ചിന്തിക്കണം. എന്താണെങ്കിലും ഇങ്ങനെ ഒരു സംവിധാനം വരും ഉണ്ടാവും എന്ന് പറയുന്നത് നമ്മളുടെ ഒരു പ്രതീക്ഷയോ അല്ലെങ്കിൽ ഒരു ആശ്വാസമോ അല്ല. കാരണം ജനങ്ങൾ ദുരിതത്തിലാവും തോറും അവരൊരു സൊല്യൂഷൻ കണ്ടെത്തും. ആ സൊല്യൂഷൻ കണ്ടെത്തുന്നതിൽ നിഷ്പക്ഷമായിട്ടുള്ള ജനകീയമായിട്ടുള്ള ഒരു മുന്നേറ്റത്തിന് അവർ സപ്പോർട്ട് ചെയ്യും. പക്ഷെ അത് ശ്രീലങ്കയെ പോലെയൊക്കെ ആവും മുമ്പേ നമ്മൾ തെരഞ്ഞെടുക്കുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? എനിക്ക് പറയാനുള്ള ഒരൊറ്റ കാര്യമുള്ളൂ, ജനങ്ങൾക്ക് ആവശ്യമായതെല്ലാം നൽകുന്ന ഒരു സംവിധാനം ഈ നേതാക്കളുടെ പോക്കറ്റ് അവരുടെ കുടുംബം വലുതാക്കലും അവരുടെ പാർട്ടി ഫണ്ട് വലുതാക്കലും അല്ല ആം ആദ്മി പാർട്ടിയുടെ ലക്ഷ്യം. ആം ആദ്മി പാർട്ടിയോ അതുപോലെയുള്ള സംവിധാനങ്ങളോ കേരളത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നവർ ഒറ്റക്കെട്ടായി ഒരു തവണ അവർക്കൊരവസരം കൊടുത്താൽ അവർ എല്ലാവരും പറയുന്നത് പോലെ ഗോഡ്സ് ഓൺ കൺട്രി, ദൈവത്തിൻ്റെ സ്വന്തം നാടായി കേരളത്തിനെ മാറ്റാൻ നമുക്ക് സാധിക്കും. അതിന് മാത്രമുള്ള പ്രകൃതി വിഭവങ്ങൾ നമുക്കുണ്ട്. അത് മത്സ്യസമ്പത്തായിക്കോട്ടെ, ജലവിഭവമായിക്കോട്ടെ, എല്ലാം. അപ്പം ഡൽഹിയിലെ പോലെ ഇപ്പം ഞാൻ കമ്പയർ ചെയ്തപ്പോൾ ഇനിയിപ്പോൾ പറയാനുള്ള സമയമില്ലാത്തതുകൊണ്ടാണ് ഇലക്ട്രിസിറ്റിയും വെള്ളവും ഒക്കെ കടം വാങ്ങി മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും കോർപ്പറേറ്റുകളിൽ നിന്നും ഡൽഹിയിലും പഞ്ചാബിലൊക്കെ അത് ഗവൺമെൻറ്റിന് ജനങ്ങൾക്ക് പ്രാപ്തമാക്കുമ്പോൾ ഇവിടെ ഇത്ര 5.5 മാസത്തോളം മഴയും ഇത്രയേറെ നദികൾ 44 നദികളും ഇത്രയും ഡാമുകളും ഇത്രയും നമ്മളുടെ ഇലക്ട്രിസിറ്റി ഉൽപ്പാദനമൊക്കെ നമ്മൾ സ്വന്തമായി ഉൽപ്പാദിപ്പിക്കുമ്പോൾ ഈ സംവിധാനങ്ങളൊക്കെ ഉണ്ടായിട്ടും നമ്മൾ ഇന്നും കടക്കണിയിലാണ്. നാൾക്ക് നാൾ നമുക്ക് വിലക്കയറ്റമാണ്. എന്നിട്ടും ഖജനാവ് കാലിയാണ്. അവിടെ നാൾക്ക് ഒരു തവണ പോലും ഇലക്ട്രിസിറ്റിയോ വെള്ളമോ ഒരു സംവിധാനത്തിനും വില കൂട്ടിയിട്ടില്ല. അവിടെ ജനങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകുന്നുണ്ട്. അവിടെ ഒരു പ്രകൃതി വിഭവങ്ങളില്ല, തരിശ് ഭൂമിയാണ്. എന്നിട്ടും അവിടുത്തെ ഖജനാവ് ഇത്രയൊക്കെ ഞങ്ങൾക്ക് തന്നിട്ടും ഖജനാവ് സമ്പൽ സമൃദ്ധിയാണ്. ഇത് യോഗ്യരായ മിടുക്കന്മാരായ ജനങ്ങളെ സേവനം ചെയ്യണമെന്നും കൊള്ളയടിക്കണ്ട എന്നും നിർബന്ധമുള്ള ഒരു കൂട്ടം നേതാക്കൾ ഒരു പാർട്ടി സംഘടിപ്പിച്ച് ആ പാർട്ടി സംവിധാനം ഭരിക്കുന്നതിൻ്റെ പേരിൽ മാത്രം വന്നതാണ്. മാറ്റം കേരളത്തിലും ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളിലും സാധ്യമാണ്. നമ്മൾ മനസ്സ് വിചാരിച്ചാൽ ഒരൊറ്റ കാര്യം ചോദിക്കട്ടെ, ഇനിയിപ്പോ കേരളത്തിൽ ഇതുപോലത്തെ ഒരു മൂവ്മെന്റ് ശക്തി പ്രാപിക്കുകയാണെങ്കിൽ തന്നെ അതേ ക്വാളിറ്റിയോട് കൂടിയിട്ട് ഇവിടെ ഒരു സംവിധാനം ഉണ്ടാക്കാനായിട്ട് ഇവിടെയുള്ള അതായത് ആം ആദ്മിയുടെ ഇവിടെയുള്ള പാർട്ടി പ്രവർത്തകരിൽ ആ ഒരു സംവിധാനം ഉണ്ടാക്കാനായിട്ടുള്ള ഒരു വ്യക്തിത്വമോ അല്ലെങ്കിൽ ആ വ്യക്തിപ്രഭാവമോ അല്ലെങ്കിൽ അതിനുള്ള ഒരു കാര്യശേഷിയോ അവർക്ക് ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഇതിന്റെ കാര്യശേഷി എന്ന് പറയുന്നത് ഒരു വ്യക്തിയിൽ അധിഷ്ഠിതമല്ല. ഇതൊരു വലിയ കൂട്ടായ്മയാണ്. ഒരുപാട് നന്മ ആഗ്രഹിക്കുന്ന ആളുകളാണ് ഇതിന്റെ 99% ആൾക്കാർ. 1% ചിലപ്പം വല്ല കേടും പേടൊക്കെ കയറി വന്നിട്ടുണ്ടായിരിക്കാം. ആ വ്യക്തികളിലല്ല ഇത് ഈ സംവിധാനങ്ങളുടെ അധിഷ്ഠിതമായിരിക്കുന്നത്. കേജ്രിവാൾ എന്താഗ്രഹിക്കുന്നോ അതാണ് ഡൽഹിയിൽ മാത്രമല്ല പഞ്ചാബിലും നടപ്പിലാക്കുന്നത്. ഞങ്ങൾക്കിവിടെ സൗത്ത് ഇന്ത്യയിൽ ഗോവയിൽ വരെ ഞങ്ങൾക്ക് MLA മാരുണ്ട്. ഈ MLA ഗുജറാത്തിൽ തൊട്ട് എല്ലായിടത്തും ഇവരെല്ലാവരും കേജ്രിവാൾ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ ആശയം മഹാത്മാഗാന്ധി എന്താണോ സ്വരാജിലൂടെ അധിഷ്ഠിതമായി നടപ്പിലാക്കാൻ ആഗ്രഹിച്ചത് അത് തന്നെ കേജ്രിവാളിൻ്റെ ആശയങ്ങളാണ് ഇവിടെ എല്ലാ സംസ്ഥാനങ്ങളിലും നടപ്പിൽ വരുത്തുന്നത്. അതിനോട് യോജിച്ച് നിൽക്കാൻ പറ്റാവുന്നവരെ മാത്രമേ ഈ സംവിധാനത്തിൻ്റെ ഭാഗമാക്കുള്ളൂ. ഇനി വ്യക്തിപരമായി ഞാൻ പറഞ്ഞാൽ ഞാൻ ഇവിടെ എന്താണെങ്കിലും 2026 ഇലക്ഷനിലുണ്ടായിരിക്കും. എൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻസിയിൽ ചികിത്സ കിട്ടാതെ വലയുന്ന ഒരു വ്യക്തിയും ചികിത്സ കിട്ടാതെ മരിച്ചു പോവില്ല.
അത് ഇനിയിപ്പം എന്നെ നിങ്ങൾ MLA ആക്കിയാലും ആക്കിയില്ലെങ്കിലും എനിക്ക് ചെയ്യാൻ പറ്റാവുന്ന മുഴുവൻ ചെയ്യും. ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിന് പൈസ ഇല്ലാത്തതിന്റെ പേരിൽ വിദ്യാഭ്യാസം മുടങ്ങിപ്പോകുന്ന ഒരാൾ പോലും ആ കോൺസ്റ്റിറ്റ്യൂഷൻസിലും ഉണ്ടാവില്ല. അതുപോലെ തന്നെ സ്ഥലമില്ലാത്ത വീടില്ലാത്ത ഒരു വ്യക്തി പോലും ഞാൻ MLA ആയാൽ ആ കോൺസ്റ്റിറ്റ്യൂഷൻസിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ, നിങ്ങൾ പറഞ്ഞ പ്രാഥമികമായ കാര്യങ്ങളാണ്. ഇത്രയും കാര്യങ്ങൾ നടപ്പിലാക്കാതിരിക്കാൻ എന്നെ കൊണ്ട് സാധിക്കില്ല. ഞാൻ അതിനു വേണ്ടി മാത്രം ഇലക്ഷനെ കാത്തിരിക്കുന്ന, ഇലക്ഷന് നിൽക്കുന്ന, മത്സരിക്കുന്ന ഒരു വ്യക്തിയായിട്ട് ഞാനിവിടെ മുന്നോട്ട് നിങ്ങളുടെ ഒപ്പം. ഒരൊറ്റ കാര്യമുള്ളൂ, നമ്മൾ ഓരോ പാട്ടും വോട്ട് ചോദിച്ച് വരുമ്പോൾ ചിരിച്ച മുഖത്തോടു കൂടി എനിക്ക് വോട്ട് ചെയ്യണം എന്ന് പറയുമ്പോൾ നിങ്ങളോട് അതേ ആ ചോദ്യം ആവർത്തിക്കുന്ന അയാളോട് ചോദിക്കേണ്ടത് ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എന്താണ് ചെയ്തത്, ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ്. ചെയ്തവരാരും നമുക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. ചെയ്യാൻ പോകുന്ന ആൾക്കാർ എന്തായാലും പുതിയ ആൾക്കാരായിരിക്കും അല്ലേ? അത് അത്രമാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ബൈ. താങ്ക് യു, നന്ദി.